ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഒരു സ്ട്രോബെറി ഫാമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൃഷി രീതി ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അത് കുറച്ച് ഈ സൈഡിലോട്ട് മാറിയാൽ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇത് കണ്ടോ, നമ്മളിങ്ങനെ വാനം കോരുക എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ വാനം കോരി ആണിതെടുക്കുന്നത്. എന്നിട്ട് ഈ വീഡ് മാറ്റ് ഇടുന്നു. വീഡ് മാറ്റ് ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ പിന്നെ ഇതൊന്നും പുല്ല് കിളുത്ത് വരത്തില്ല. എന്നിട്ട് ഇങ്ങനെ ഈ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഈ ഹോളിൽ കൂടെയാണ് ഈ സ്ട്രോബെറി തൈ കുഴിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ സ്ട്രോബെറി അപ്പം വരുമ്പോൾ എന്താണ്, സ്ട്രോബെറി ഉണ്ടായി വരുമ്പോൾ അത് മണ്ണേ മുട്ടത്തില്ല. മണ്ണേ മുട്ടിയാൽ അത് അഴുക്കായി പോകും. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ, ഇത് ഓൾറെഡി ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതാണ്. മെയിൻ ഹാർവെസ്റ്റിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ചൊക്കെ ഇതിൽ ഉള്ളൂ. അതിനി അവരടുത്ത സ്റ്റെപ്പായിട്ട് അവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. അപ്പം ഇത് കണ്ടോ, അതിൻ്റെ ഒരു നിറം കണ്ടോ, കുറച്ചൊക്കെ കാണാനുണ്ട്. വലിയ സ്ട്രോബെറിയും ഉണ്ട്. പക്ഷേ ആ ഫസ്റ്റ് ഹാർവെസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ടൈമിൽ വരെയൊക്കെ നല്ല വലിയ പഴങ്ങളായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ചെറുതായിട്ട് അങ്ങനെ ലാസ്റ്റ് ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ അതിങ്ങനെ ചെറിയ ഫ്രൂട്ട്സ് ആയിരിക്കും പിന്നെ ഇതിലുണ്ടാകുന്നത്. ഇത് ഇടയ്ക്ക് നമുക്ക് കാണാം കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പഴങ്ങളുണ്ട് അതിൽ. ഞാൻ ഈ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ സൈഡിലാണ് വലുത് തോന്നുന്നത്. അങ്ങോട്ട് അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഉള്ള നേട്ടം എന്നാന്ന് വെച്ചാൽ, സ്ട്രോബെറിയിൽ അല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ടത്, സ്ട്രോബെറി ആവുമ്പം അതിൻ്റെ അടിയിൽ കച്ചി ഇട്ട് കൊടുക്കും. എന്ത് വെച്ചാൽ ഈ സ്ട്രോബെറി ഒരിക്കലും മണ്ണേ മുട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സ്ട്രോബെറി അതേ പുഴുക്കുത്തുണ്ടാവും, അഴുക്കായിപ്പോവും. അപ്പോൾ സ്ട്രോബെറി എപ്പോഴും മണ്ണേ മുട്ടാതെ വേണം കിടക്കാൻ എന്നുള്ളതാണ്. അകത്തൊക്കെ കിടക്കുന്നതാണ്. ഇത് നിറച്ചും പഴുത്ത് കിടന്ന സമയത്ത് എനിക്ക് വന്നൊരു വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നടന്നില്ല. അപ്പോൾ ഇപ്പം വന്നപ്പോൾ അത് അവരുടെ ഒരു 2-3 പ്രാവശ്യത്തെ വിളവെടുപ്പിൽ കഴിഞ്ഞതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയത്. ഇങ്ങനെ നമുക്ക് നിറച്ചാൽ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്ന് വെച്ചാൽ ഈ 2 സൈഡിലേക്ക് നല്ല ഭംഗിയാണ് കാണാൻ. നിറച്ചും ഇങ്ങനെ സ്ട്രോബെറി ഉണ്ടായി പഴുത്ത് കിടക്കുന്നത് കാണാനായിട്ട് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. അതാണ് ഉണ്ടോ. എന്നിട്ട് പോലും ഇങ്ങനെ വീട് കിളുത്ത് കയറും. അതിൽ നിന്ന് വീട് മാറ്റിയിട്ട് ഇവർ ഇതിങ്ങനെ കൃഷി ചെയ്തെടുക്കുന്നത്. ഇതൊരു വലിയ ഫാമാണ്. ആക്ച്വലി ഇതൊരു ചൈനക്കാരുടെ ഫാമായിരുന്നു. എന്നിട്ടിപ്പം അവരത് വിറ്റു. നമ്മുടെ മലയാളീസാണത് എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ്, നടന്നു വരാവുന്ന ഒരു ദൂരമേ ഉള്ളൂ. എങ്കിലും ഇതിൻ്റെ നല്ല സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഇപ്പം മലയാളീസ് എന്ന് പറഞ്ഞാലും അവർ ബോൺ ആൻഡ് ബോട്ട് ബോംബെ ആണ്. മലയാളമൊന്നും അവർക്കറിയത്തില്ല. അവർക്കൊക്കെ ശരിക്കുള്ള നാട്ടിലെ അതെന്താന്ന് പോലും അവർക്കറിഞ്ഞുകൂടാ. പക്ഷേ മലയാളീസാണെന്ന് മാത്രം. 2-3 പേര് കൂടിയാണ്. മേ ബി അവരെനിക്ക് തോന്നുന്നു കണ്ടിട്ട് ബ്രദേഴ്സൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് അവരെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിവിടെ മൊത്തം ഇവരുടെ സ്ട്രോബെറിയാണ്. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് പിന്നെ അവരുടെ വേറെ ഫാമുകളാണ്. അവരുടെ അതെന്നാണ്, സ്മോൾ സിട്രിക്കോ എന്തോ, നാരകമോ മാൻഡ്രിനോ ഓറഞ്ചോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ യെല്ലോ കേറ്റ് ഇങ്ങനെ കുറേ ഇതെല്ലാം ഇതിനകത്ത് നട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാട്ടർ സപ്ലൈ പോകുന്നതിൻ്റെ ഇറിഗേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ഒരു ചെറിയ ഒരു ഫാം കുറേ കൂടെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ചിലത് നടുന്ന സമയമാണ്. പിന്നെ ചിലത് വന്നിട്ട് ഓൾറെഡി ഹാർവെസ്റ്റിങ് കഴിഞ്ഞു. അതിൻ്റെ ഇങ്ങേ സൈഡിൽ കുറച്ചും കൂടെ ഉണ്ട് സ്ട്രോബെറി. ഉണ്ടോ കുറേ അവിടെ ഇതിനകത്ത് കുറേ കൂടെ ഉണ്ട് അപ്പുറത്തെ സൈഡിലേക്കാട്ടിൽ. പിന്നെ ഇതിനപ്പുറത്ത് മറ്റെന്തോ സംഭവങ്ങളാണ്. ഇനിയും വേണ്ട ആ പൂക്കാൻ ഒരു ചെടിയെ ഇച്ചിരി പൊങ്ങി നിൽക്കുന്നത്
നമ്മുടെ സൺഫ്ലവറാണ്. ഇനി അങ്ങോട്ട് കുറേ സൺഫ്ലവർ പാടങ്ങളാണ് ഇവർക്കുള്ളത്. ഇനി ഇവരെ അത്യാവശ്യം വലിയൊരു ഫാമാണ്. എന്തേ അത് ആ കണ്ട സൺഫ്ലവർ ഇതിൻ്റെ എൻഡാണ് ഇവിടം വരെ ഇങ്ങനെ സൺഫ്ലവർ. ഇത് കണ്ടോ, ഫാമിൽ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിലേക്ക് നടന്നു പോവാണ്. അപ്പോൾ അത് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് പൈൻ കോൺസ് കണ്ടോ, ഇത് പൈൻ കൊണ്ടാണ്. ഇത് ഒരു മതിൽ പോലെ ഇത് ഫാമിൻ്റെ പുറമാണ്. ഫാമിൻ്റെ പുറത്ത് വശത്തെ മതിൽ പോലെ അവരെയുള്ള റോഡിൽ നിന്നുള്ള സെപ്പറേഷനാണ്. കണ്ടോ, ഇഷ്ടം പോലെ പൈൻ കോൺസ് നമുക്ക് കാണാം. പിന്നെ ഈ ഫാമിൽ നിന്ന് നമ്മൾ ഇതൊക്കെ നമ്മുടെ മല്ലിയിലയൊക്കെ വളരെ ഫ്രഷായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ നിന്നാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഇവർ ഫാമിൽ നിന്ന് എടുത്ത് അപ്പം കൊണ്ടുവന്ന് ഫ്രഷായിട്ട് വെക്കുകയാണ്. മല്ലിയിലയൊക്കെ വളരെ കുറച്ചേ അവരെടുത്തുകൊണ്ട് വരത്തുള്ളൂ. വന്നിട്ട് അവരത് വിൽക്കും. അത് വിറ്റ് പോകുന്നതനുസരിച്ച് മാത്രം അവർ പറിച്ചെടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറേ സാധനങ്ങൾ, ഫ്രൂട്ട്സ് ആണേലും അവർക്ക് ചെറിയും പിന്നെ ഇപ്പോൾ സ്ട്രോബെറി, പിന്നെ കുറേ വെജിറ്റബിൾസും എല്ലാം അവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഫ്രഷായിട്ട് അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പം ഞാൻ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്ക് പൈൻ കോൺസും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. അങ്ങനെ നടന്ന് നമ്മുടെ ഹാരോ ഗ്രീനിലേക്ക് നമ്മൾ എത്തിയത് കണ്ടോ. ലാവൻഡർ കണ്ടോ പൂത്ത് നിൽക്കുന്നത്. ലാവൻഡർ സെക്കൻഡ് ട്രിപ്പാണ്. നമ്മുടെ ലാവൻഡർ സീസൺ തുടങ്ങിയ ഉടനെ പൂത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ട്രിപ്പ് വീണ്ടും പൂത്ത് നിൽക്കുകയാണ്. വെയിലുള്ളതുകൊണ്ട് അത്രയും കളർ ക്ലിയറായിട്ട് വരുന്നില്ല അല്ലേ? വേണ്ടേ, അടിപൊളി കളറല്ലേ. അങ്ങനെ നമ്മുടെ ഹാരോ ഗ്രീനിൽ നമ്മളെത്തി. നമ്മുടെ വീട് അത് യെസ്, മിഷൻ കംപ്ലീറ്റ്. നടന്ന് ഞാൻ വീട്ടിലെത്തി. മോനിവിടെ നല്ല ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ അഴിക്കുന്ന ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ അടുത്തത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.